നമസ്കാരം. ഞാൻ മധുസൂദന വാര്യർ. സനാതന ധർമ്മത്തിലെ വിജ്ഞാന ശകലങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന നാദശ്രീ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ 2 ശ്ലോകങ്ങളാണ് പറഞ്ഞത്. ഒന്ന് വിഷയവും പ്രയോജനവും, പിന്നൊന്ന് ഉപാസനയും അതിൻ്റെ ഫലവും. ഈ 3-ാമത്തെ ശ്ലോകത്തിൽ വേദങ്ങളും ഭാഗവതവുമായിട്ടുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ വേദങ്ങളും ഭാഗവതവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് വേദം, എന്താണ് ഭാഗവതം, ആ ഒരു സംഗതിയാണ് പറയുന്നത്. ശ്ലോകം: നിഗമതൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോരസികാഭുവിഭാവുക. ഇതാണ് ഇവിടെ 2 സംബോധനയാണ്. രസിക, ഭാവുക. ഹേ രസികന്മാരെ, ഹേ സമർത്ഥന്മാരെ. നമ്മളൊക്കെ ഇപ്പോൾ ഒരാളുടെ കഴിവ് നിശ്ചയിക്കുക എങ്ങനെയാണ്? ആൾ കേമനാണ് കേട്ടോ, രസികനാണ് കേട്ടോ, കഴിവുള്ള ആളാണ് കേട്ടോ. തിരിച്ചായാലും അയാളൊന്നിനും കൊള്ളില്ല. ആകെ ഒരരസികൻ, ഒന്നിനും കൊള്ളാത്തവൻ. ഈ 2 തരത്തിൽ നമ്മൾ ആളുകളെ ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ നമ്മളെങ്ങനെയാവണം? രസികന്മാരാവണം, കഴിവുള്ളവരാവണം, സമർത്ഥന്മാരാവണം, കോമ്പിറ്റൻ്റ് ആവണം. ഇവിടെ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ നിങ്ങളാവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. രസികന്മാരെ, സമർത്ഥന്മാരെ, അങ്ങനെയൊക്കെയാണ് എന്ന് നിങ്ങൾ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പിബത ഭാഗവതം രസമാലയം. ഈ ഭാഗവതത്തെ ആവോളം ആസ്വദിക്കുവിൻ. ആ ലയം വരുന്നവരെ. ഏതുവരെയാണ് ഒരാൾ ഭാഗവതം വായിക്കേണ്ടത് അല്ലെങ്കിൽ ആസ്വദിക്കേണ്ടത്? അതിനിവിടെ ഒരു ലിമിറ്റേഷൻ കൊടുത്തിരിക്കുകയാണ്. ഏതുവരെ മാത്രം വേണം? ഭാഗവതമില്ലാതെ ഒരു നിമിഷം പോലും എനിക്കിരിക്കാൻ വയ്യ കേട്ടോ. വായിക്കണില്ലെങ്കിൽ ചിന്തയെങ്കിലും ഉണ്ടാവും. ചിന്ത ഭാഗവതത്തിൽ നിന്ന് വേറെ ആയി എനിക്ക് ഒരു നിമിഷവും ഈ 24 മണിക്കൂറിലില്ല എന്ന് എപ്പോൾ എത്തണോ അതുവരെ ഭാഗവതം ഉപാസിക്കണം. അപ്പോൾ എവിടെ അതിന് ലിമിറ്റ്? അങ്ങനെ ആയാൽ പിന്നെ ഭാഗവതത്തിനെ നമ്മൾ വിടില്ല. ഒരിക്കലും ഭാഗവതം ഇല്ലാതെ വയ്യാന്ന് തോന്നി പിന്നെ ഭാഗവതത്തെ വിടുമോ? എന്തെങ്കിലും ചിന്ത, അല്ലെങ്കിൽ പാരായണം, അല്ലെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ വായിക്കുക, എന്തെങ്കിലും. ഭാഗവതം ഇല്ലാതെ എനിക്ക് വയ്യ. ഞാൻ ഉണർന്നിരിക്കുമ്പോൾ ഒക്കെ ഭാഗവതമായി സ്റ്റേ കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെ ഏതുവരെ നിങ്ങൾക്ക് തോന്നുന്നു, എപ്പോഴാണ് തോന്നുന്നത് അതുവരെ ഭാഗവതത്തെ ഉപാസിക്കൂ. എപ്പോൾ അങ്ങനെ തോന്നണില്ലയോ ഭാഗവതത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല, ഇനിയും എത്താനിരിക്കുന്നതേ ഉള്ളൂ എന്നർത്ഥം. കാരണം അങ്ങനെ ആയാൽ പിന്നെ അങ്ങനെയാണ്. ഭാഗവതത്തെ നമുക്ക് ഒരു ശ്വാസത്തിൽ നിന്ന് പോലും വിടാൻ സാധിക്കില്ല. അതുവരെ അല്ലയോ രസികന്മാരെ, സമർത്ഥന്മാരെ, നിങ്ങൾ ഭാഗവതം ഉപാസിക്കുവിൻ, ഉൾക്കൊള്ളുവിൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി എങ്ങനത്തെ ഭാഗവതം? നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവസംയുതം. അങ്ങനത്തെ ഭാഗവതമാണ്. എങ്ങനത്തെ ഭാഗവതം? വേദങ്ങളാകുന്ന കൽപ്പവൃക്ഷങ്ങൾ. നിഗമകൽപതരോർഗളിതം. കൽപ്പതരു, കൽപ്പവൃക്ഷം. വേദങ്ങളാകുന്ന കൽപ്പവൃക്ഷത്തിൽ നിന്ന് താഴേക്ക് പതിച്ചതായ പഴം ആയ ഭാഗവതത്തെ നിങ്ങൾ ഉൾക്കൊള്ളുവിൻ എന്നാണ്. പിബത, കുടിക്കുവിൻ. ഇത് മാത്രമല്ല, ശുഖമുഖാദമൃതദ്രവ സംയുതം. ശുഖമേഷിയാൽ അമൃതതുല്യമായി ഈ ഭൂമിയിൽ വീണതായിരിക്കുന്ന ഭാഗവതം, നിർഗളിച്ചതായിരിക്കുന്ന ഭാഗവതം, താഴെ വീണ പഴം ആയ ഭാഗവതം. എന്താണ് താഴ്ത്ത് വീണ പഴത്തിന് പ്രത്യേകത? പല പ്രത്യേകതകളുണ്ട്. ഒന്ന്, അത് ആർക്കും പോയിട്ട് എടുക്കാം. അല്ലേ? ഇപ്പം മുകളിൽ നിൽക്കുന്ന ഒരു പഴം നമുക്ക് പറിക്കണമെങ്കിൽ തോട്ടി വേണ്ടി വരും, കുറച്ചൊരു ശക്തിയൊക്കെ അതിന് വേണ്ടി വരും, കണ്ണിന് കാഴ്ച വേണം. ഇത് എവിടെയാണ് നിൽക്കണമെന്ന് പറഞ്ഞ്
പറിച്ചെടുക്കണ്ടേ, ഒക്കെ വേണം. ഉയരം വേണം വേണ്ടി വരും, ചിലപ്പോൾ കയ്യിനും കാലിനും ബലം വേണം, ഒരു തോട്ടിക്കോലിൻ്റെ സഹായം വേണ്ടി വരും. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരു വൃക്ഷത്തിൻ്റെ മുകളിലത്തെ പഴത്തെ നമുക്ക് സ്വന്തമാക്കിയിട്ട് അനുഭവിക്കാൻ പറ്റും. താഴത്ത് വീണതാണെങ്കിലോ തോട്ടിക്കോലും വേണ്ട, അത്രയ്ക്ക് ശരീരത്തിന് ബലമില്ലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ പോയി എടുക്കാം. മുട്ടുകുത്തിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, കുട്ടികൾക്ക് വേണമെങ്കിൽ അവർക്ക് പോയി എടുക്കാം, ഇല്ലേ? മുറ്റത്ത് വീണിരിക്കുന്നൊരു മാമ്പഴം മുത്തശ്ശിക്ക് വേണമെച്ചാൽ മുത്തശ്ശിക്ക് എടുക്കാം. തോട്ടിക്കോലിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഒന്നുമില്ലാതെ ആർക്കും പോയി എടുക്കാവുന്നത്. ഈ ഭാഗവതം ഒരുപാട് ബുദ്ധിപരമായി സംസ്കൃതമോ വ്യാകരണമോ ശാസ്ത്രമോ വേദമോ ഒന്നും പഠിച്ചവർക്കേ പറ്റൂ എന്നില്ല എന്നർത്ഥം. സാധാരണക്കാർക്ക് മെല്ലെ മെല്ലെ അതിലേക്ക് എത്താം. ചിലപ്പോൾ താമസം എടുക്കും, ഒരു പ്രാവശ്യം കേട്ടോണ്ടാവില്ല, ഒന്നും കൂടി കേൾക്കേണ്ടി വരും, വീണ്ടും കേൾക്കേണ്ടി വരും. ഒരു ദിവസം കൊണ്ടാവില്ല, പക്ഷേ ഒരു ദിവസം തീർച്ചയായിട്ടും ആവും എന്നൊരു പരസ്യത്തിൽ പറയില്ലേ. ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് മദ്യപാനം വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ല, പക്ഷേ ഒരു ദിവസം തീർച്ചയായിട്ടും ആവും, ഉറപ്പാണ്. അപ്പോൾ എല്ലാവർക്കും പ്രാപ്യമാണ്. അതുകൊണ്ട് പിബത ഭാഗവതം എന്ന് പറയുന്നത് കുടിക്കുക. ഖരം ആയിട്ടുള്ളൊരു വസ്തുവിനെ കടിച്ച് പൊട്ടിച്ച് ആസ്വദിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഇല്ലേ? പല്ല് വേണം, പല്ലിന് ബലം വേണം. ജ്യൂസാക്കിയിട്ട് ഒരു ഗ്ലാസ്സിലാണ് കൊടുത്താലോ സുഖമായിട്ട് ആർക്കും ആസ്വദിക്കാം. ഇങ്ങനെയാണ് ഭാഗവതം. ഏതൊരാൾക്കും അനായാസേന തുടക്കത്തിൽ തന്നെ ആ രസം ആസ്വാദ്യമാണ്, ഭക്തിരസപ്രധാനം ആയതുകൊണ്ട്. അതുകൊണ്ട് വേദങ്ങളാകുന്ന കൽപ്പവൃക്ഷങ്ങളിൽ നിന്ന് താഴത്തേക്ക് ശുഗമഹർഷിയുടെ ആ ചുണ്ടിൽ നിന്ന് വീണതായ ഗളിതം ഫലം, ഈ ഫലം ഭാഗവതമാകുന്ന ഫലം, അല്ലെങ്കിൽ രസികന്മാരെ, ഭാവുകന്മാരെ, സമർത്ഥന്മാരെ എന്ന് വിളിച്ച് പറയണം, നിങ്ങൾ ആവോളം പാനം ചെയ്യിൻ. ഏതുവരെ? ആലയം, ലയിച്ച് ഒന്നാകാൻ കഴിയുന്നതുവരെ പാനം ചെയ്യുവിൻ. തീർച്ചയായിട്ടും ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങൾ നിങ്ങളെ തേടി വരും എന്ന് പറഞ്ഞിരിക്കുകയാണ്. മറ്റൊരു ശ്ലോകത്തിൻ്റെ അർത്ഥവുമായി അല്ലെങ്കിൽ വേറൊരു വിഷയവുമായി മറ്റൊരു ദിവസം കണ്ടുമുട്ടാം. കായേന വാചാ മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവ കരോതി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദ പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.